ചേട്ടാ, നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. ജയശങ്കർ മികച്ച വിദേശകാര്യമന്ത്രിയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ആശങ്ക, നമ്മുടെ തൊട്ടയലത്തെ 2 രാജ്യങ്ങൾ, ഒന്ന് ബംഗ്ലാദേശിലെ കാര്യം എല്ലാവർക്കും അറിയാം. അവിടെ ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വലിയ കൊള്ളക്കുണ്ടായി. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരെ വലിയ തോതിൽ ഹൗസ് ഓഫ് കോമൺസിൽ ബഹളമുണ്ടായി. ഇടപെടണം, ബ്രിട്ടൻ ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇടപെടണം എന്നൊക്കെ പറയുന്നു. അതുപോലെ നേപ്പാളിൽ ഒലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ജൂലൈയിൽ അധികാരത്തിലേറ്റതാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ മുതൽ 4 ദിവസത്തെ ചൈന സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. നേപ്പാൾ പണ്ട് മുതലേ ഉള്ള ഒരു പാരമ്പര്യം പ്രധാനമന്ത്രിയായാൽ ആദ്യം ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളതാണ്. അതൊഴിവാക്കിയിട്ട് ജൂലൈയിൽ വന്ന ആളാണ്, ഡിസംബറിൽ ആദ്യത്തെ സന്ദർശനം ചൈനയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ വിദേശകാര്യ ഇടപെടലുകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഈ ഷെയ്ഖ് ഹസീന പുറത്ത് പോകണം എന്നുള്ള സ്ഥിതിയായപ്പോൾ അവരാദ്യം അഭയം ചോദിച്ചത് ഇംഗ്ലണ്ടിനോടാണ്, ഭാരതത്തോടല്ല. ഇംഗ്ലണ്ട് കൊടുത്തില്ല. ഇപ്പം ഇംഗ്ലണ്ടിൽ കാണുന്നത് ഒരു മാൻഡേറ്ററി ബഹളമാണ്. സേഫാണ്, അവർക്ക് അവിടെ ബഹളം വയ്ക്കാം. ഒരു പോയിൻ്റായി ഞങ്ങൾ വലിയ അന്താരാഷ്ട്ര നേതാക്കന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ യാതൊരു ആത്മാർത്ഥവുമില്ല. അവർ ബഹളം വയ്ക്കുന്ന പോലെ നമുക്ക് ബഹളം വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ അയൽവക്കത്താണിത്. ഇതെപ്പോൾ നമ്മുടെ തലയിലാകും, അഥവാ എപ്പോൾ നമ്മൾ അവിടെ തലയിടണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഇരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അവർക്ക് വേറെ എങ്ങും പോകാനില്ല. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ കോൺട്രവേഴ്സ്യൽ ഫിഗർ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. അവർ വീണ്ടും അവരെ പുനഃസ്ഥാപിക്കാൻ പറ്റുമോ, ഇങ്ങനൊരു ചിന്തയുണ്ട്. അവർ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വരുമോ എന്ന് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിനും ഒക്കെ ഒരു പേടിയുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പട്ടാള ഭരണത്തിലേക്ക് പോവുകയാണ് പതിവ്. ആ പതിവും ബംഗ്ലാദേശ് തെറ്റിച്ചിരിക്കുന്നു. പട്ടാളവും ഇറങ്ങുന്നില്ല. അങ്ങനെ ഫുൾ അരാജകത്വമായിട്ട് നിൽക്കുകയാണ് ബംഗ്ലാദേശ്. ഇപ്പം നമ്മളിവിടെ പാർലമെൻറ്റിൽ നമ്മളോട് ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടും. ഇംഗ്ലണ്ടിൽ ചെയ്യുന്ന പോലെയല്ല. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിൽ ഒരു കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ആർക്കെന്താ, പ്രത്യേകിച്ചൊരു ഇൻറ്റൻഷൻ അവർ റീഡ് ചെയ്യില്ല. ഭാരതത്തിൽ ബഹളം നടന്നു കഴിഞ്ഞാൽ അവർ ഇൻറ്റൻഷൻ റീഡ് ചെയ്യും. അവിടെ ചിന്മയ കൃഷ്ണദാസിനെ അവർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വക്കീലിനെ അവർ അപായപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിയുള്ളവരെ പരിക്കേൽപ്പിച്ചു, ആക്രമിച്ചു. അത് കൂടാതെ ഇസ്കോണിനെ നിയന്ത്രിക്കുന്നുള്ള ഹർജി പോയി അവിടുത്തെ ഹൈക്കോടതി സമ്മതിച്ചില്ല. അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണെന്ന് അവർ ഡിക്ലെയർ ചെയ്യുന്നു, ജിഹാദികൾ. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളിവിടെ ഒരു ബഹളം നടത്തിയാൽ ആ ബഹളത്തിൻ്റെ അർത്ഥം എന്താണ്? ആ ബഹളത്തിന് പലവിധ വ്യാഖ്യാനങ്ങൾ ബംഗ്ലാദേശിലുണ്ടാകും. ഇപ്പോൾ ഓൾറെഡി കുഴപ്പത്തിലായിരിക്കുന്നവർ കൂടുതൽ കുഴപ്പത്തിലാകും, ഹിന്ദുക്കൾ. എന്നാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഭാരതത്തിലേക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിസ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വരാൻ ബംഗ്ലാദേശി ഹിന്ദുക്കൾ തയ്യാറല്ല. അതെ, അവർ ഫൈറ്റിംഗ് മൂഡിൽ നിൽക്കുകയാണ്. അല്ല, അവരിവിടെ വന്ന അഭയാർത്ഥികളാണ്. അഭയാർത്ഥികളല്ലായിരിക്കാം, നമ്മളവരെ ഡീസൻ്റായിട്ട് എടുക്കുന്നു എന്ന് വയ്ക്കുക. അപ്പോഴും വലിയ പ്രയാസമാണ്. ഈ 1,60,00,000 ഉണ്ട് അവരുടെ ജനസംഖ്യ. 1,60,00,000 എവിടെ താമസിപ്പിക്കാൻ പോവുകയാണ്? അതിന് പിന്നെ സൊല്യൂഷനുള്ളത് നമ്മൾ ബംഗ്ലാദേശിനെ ആക്രമിച്ചിട്ട് കുറേ സ്ഥലം കൂടെ എടുത്തിട്ട് അവിടെ ഹിന്ദുക്കൾ താമസിച്ചോളാൻ പറയുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹമാസ്, ഒരു ഗസ ബംഗ്ലാദേശിൽ ഉണ്ടാവും. നിരന്തരം അടുത്തൊരു 50 വർഷത്തേക്ക് ഡീൽ ചെയ്യാനായിട്ട് ഒരു ഗസയുണ്ടാകും. അവിടെ നിന്ന് നിരന്തരം ആക്രമണം ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കണം ഒക്കെ ആയിട്ട്. നമ്മൾ ചൈനയുമായിട്ടുള്ള ടെൻഷൻ ജസ്റ്റ് മാറിയതേ ഉള്ളൂ. ബംഗ്ലാദേശിൽ ഈ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ നമ്മളുടെ സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗത്തെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് മാറ്റേണ്ടി വരും, കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ അവിടെ സൈന്യം ഇല്ലാഞ്ഞിട്ടില്ല, റീഇൻഫോഴ്സ് ചെയ്യണമല്ലോ ഒരു മേജർ ഓപ്പറേഷൻ നടക്കുമ്പോൾ. ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ല. ബട്ട് ഏത് നിമിഷവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നും ഷെയ്ഖ് ഹസീന മിന്നൽ പോലെ വീണ്ടും അവിടെ പ്രൈം മിനിസ്റ്റർ ആകും എന്നാണ്. അതിന് ഭാരതത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടാകും. ഈ സപ്പോർട്ട് സംവിധാനം റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് താമസിക്കും. മുഹമ്മദ് യൂനിസിനെ അവിടെ വെച്ചത് ജോ ബൈഡനാണ്.
ആദ്യം ജോ ബൈഡൻ മാറണം, അതിന് ജാനുവരി 20 ആകണം. മറ്റേ കാർന്നൂർ വരണം. മറ്റേ കാർന്നൂർ ട്രംപ് തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചിരുന്നു, ബംഗ്ലാദേശി ഹിന്ദുക്കളെ ഞാൻ സംരക്ഷിക്കും. അത് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ അതോ യഥാർത്ഥത്തിൽ പറഞ്ഞതാണോ എന്നറിയില്ല. ഒരല്പം മാവറിക് സ്വഭാവമുള്ള ആളാണ് ട്രംപ്. ബട്ട് ട്രംപ് മിക്കവാറും അതിനുള്ള ഒരു അരങ്ങൊരുക്കും. ബംഗ്ലാദേശിൽ ഈ കച്ചറ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അമേരിക്ക വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശിനെ ഡീൽ ചെയ്യാൻ എളുപ്പമാണ്. യൂനിസ് വീഴും. പലരും ധരിക്കുന്ന പോലെ ചൈന ബംഗ്ലാദേശിൽ ഇടപെടാനും പോയില്ല. ചൈന എവിടെയെങ്കിലും ഇടപെട്ടതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ ഡയറക്റ്റ് അവരുടെ ഒരു പട്ടാളക്കാരനെ ഒരു സ്ഥലത്തേക്ക് അവർ വിടില്ല. തായ്വാനിൽ മാത്രമാണ് നേരിട്ട് വല്ലതും ചെയ്യുമെന്ന് പറയുന്നത്. അല്ല, അത് പറയുന്നു എന്നുള്ളതല്ലാതെ ഇന്ന് വരെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അവർ ജമ്മൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ടിൽ ചൈന തലവയ്ക്കില്ല. ആ ഡിസ്പ്യൂട്ടിനെ ദൂരെ നിന്ന് അവർ മാറ്റിമറിക്കാൻ അവർക്ക് അനുകൂലമായിട്ടൊക്കെ ചെയ്യാനായിട്ട് ഈ ഡീപ് സ്റ്റേറ്റ് വഴിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതല്ലാതെ ഡയറക്റ്റ് ആർമി ടു ആർമി കോൺഫ്ലിക്റ്റിൽ ചൈന പോവില്ല. അത്ര വലിയ താല്പര്യം ബംഗ്ലാദേശിൽ ചൈനയ്ക്കില്ല. ബംഗ്ലാദേശിൽ ഒരു സ്വാധീനമൊക്കെ വേണമെന്നുള്ളതല്ലാതെ അതിക്കവിഞ്ഞ് അവിടെ തലവയ്ക്കുന്നത് തലവേദനയാകും എന്ന് അവർക്കറിയാം. കാരണം ഈ ജിഹാദികൾ കിടക്കുകയല്ലേ, ഇപ്പോൾ അവരുടെ കയ്യിലാണല്ലോ സാധനം. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടും. അതിൻ്റെ സമയമാകുമ്പോഴേ ഇടപെടുള്ളൂ. അതല്ലാതെ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കുരങ്ങൻ ആപ്പൂരിയ പോലെയാകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നേപ്പാളുകാരൻ ചൈനയിൽ പോകും. അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ചൈനയിൽ പോകും. അത് ജയശങ്കർ വിചാരിച്ചാലൊന്നും തടയാൻ പറ്റില്ല. നമുക്ക് വല്ല ഉപദ്രവം ചെയ്യുമോ എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ല, അവിടേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പോവാ ചൈനയുടെ കൊണ്ടുവരുന്നത്. യു കനോട്ട് പ്രിവെൻറ്റ് ദാറ്റ്. ഒരു രാജ്യം വേറൊരു രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത് നമുക്ക് തടയാൻ പറ്റുമോ? ഇപ്പോൾ ബംഗ്ലാദേശിൽ എത്രയോ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയും മറ്റുള്ളവരും നടത്തിയിരിക്കുന്നു. അല്ല, ഷീ ഉറപ്പ് കൊടുക്കും. നമ്മളെവിടെയൊക്കെ ഇത് ചെയ്തിരിക്കുന്നു. ഈ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നല്ല കാര്യം, മറ്റുള്ളവർ ചെയ്ത് കള്ളത്തരം. മ്യാൻമറിലെ ഒരു പോർട്ട് നമ്മുടെ കയ്യിലേ ഇരിക്കുന്നത്, സിദ്വേ പോർട്ട് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഇറാനിലിരിക്കുന്നു, നമ്മുടെ കയ്യിൽ ഇറാനിൽ പോർട്ട് ഇരിക്കുന്നു, അഫ്ഗാനിസ്ഥാനിൽ പോർട്ട് ഇരിക്കുന്നു. ഇപ്പോഴും ഷെയ്ഖ് ഹസീന പറയുന്നില്ലേ, സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അധികാരം നിലനിർത്താമായിരുന്നു. സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അവർ വിട്ടുകൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുക്കരുതെന്ന് നമുക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കിഴക്ക് വശത്ത് ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കയ്ക്ക് ഒരു ബേസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഡീഗോ കർഷി കഴിഞ്ഞ് വടക്കോട്ട് അമേരിക്കയുടെ പ്രസൻസ് ഇല്ല എന്ന് കടലിൽ. അറബിക്കടലിലും ഇല്ല, ബംഗാൾ ഉൾക്കടലിലും ഇല്ല. ചൈന ഒലിയോട് പറഞ്ഞത്, നിങ്ങൾ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, ഞങ്ങളതിനെ ലാൻഡ് ലിങ്ക്ഡ് കൺട്രിയാക്കി മാറ്റിത്തരാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതൊക്കെ ചൈന പറയും. ചൈനയെ വിശ്വസിച്ച് ഇതുപോലെ മാൽദീവ്സ് പോയി അവരുടെ കക്ഷത്തിൽ തലവെച്ചതല്ലേ. അവസാനം അരി വാങ്ങാൻ കാശില്ലാഞ്ഞിട്ട് ഒടുവിൽ മോദിയുടെ കാൽക്കൽ വന്നു. നമ്മളോട് ഗെറ്റ് ഔട്ടൊക്കെ അടിച്ചു. ആകെ 75 പട്ടാളക്കാർ, അത് അവനെ സഹായിക്കാൻ വിട്ടതാണ്. അവരോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു, പോരാ ഇങ്ങോട്ടെന്നും മോദിയും പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശാൻ മോദി അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. മോദി പിന്നെ നാണം കെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക് ഡേക്ക് സ്പെഷ്യൽ അതിഥിയായിട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ പിച്ചച്ചട്ടിയായിട്ടാണ് വന്നത്, പൊനിയായിട്ടാണ്. എന്നിട്ട് അവിടെ നമ്മൾ ടൂറിസം ഇതിനൊക്കെ ആയിട്ട് എത്ര 2 ലക്ഷം ഏക്കർ ഭൂമി മാൽദീവ്സിൽ, അത് പാട്ടത്തിന് ഇന്ത്യക്ക് തരാമെന്ന് പറഞ്ഞ് കരാർ എഴുതി, എന്നിട്ട് ജീവിക്കാനായിട്ട് അരിയുടെ കാശ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാൽദീവ്സ്. അയാൾ ആദ്യം ചൈന അയാളുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് മസിൽ പഠിപ്പിച്ചതാണ്. ഇതുപോലെ നേപ്പാളിൽ വേണമെങ്കിൽ മസിൽ പഠിപ്പിക്കാം 4 ദിവസത്തേക്ക്. അത് കഴിയുമ്പോൾ അത് ഒതുങ്ങിക്കോളും. അപ്പോൾ ഇത് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നേപ്പാൾ എന്ത് ചെയ്യുന്നതാണ്, എന്ത് ചെയ്യാൻ പറ്റും നേപ്പാളിന്? ചൈനയോട് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് നേരിട്ട് നേപ്പാൾ വഴി അതിപ്പോഴൊന്നും അല്ല, വർഷം എത്രയായി നേപ്പാൾ അവിടെ കിടക്കും. പക്ഷേ നേപ്പാൾ പണ്ട് മുതലേ നമ്മുടെ ഏറ്റവും വലിയ ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്നു. ഇപ്പോൾ സിക്കിം ചൈനയോട് ചേർന്ന് കിടന്ന സ്ഥലമാണ്, സ്വതന്ത്ര രാജ്യമായിരുന്നു. ഇപ്പോൾ സിക്കിം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റാണ് അല്ലേ. 1978 മുതൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇത്രയേ ഉള്ളൂ നേപ്പാൾ. ഭാവിയിൽ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചുകൂടായില്ല. ഇതിനൊക്കെ ഒരു ടൈമിംഗ് എപ്പോഴും ആവശ്യമാണ്. ഇൻറ്റേർണൽ പൊളിറ്റിക്സിലാണെങ്കിലും ജിയോ പൊളിറ്റിക്സിലാണെങ്കിലും ടൈമിംഗ് വളരെ പ്രധാനമാണ്. അത് അനുകൂല സമയം വരുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യും.
അല്ലെങ്കിൽ ബാക്ക് ഫയർ ചെയ്ത് നമ്മൾ ഊരാക്കുടുക്കിൽ പെട്ടുപോകും. അപ്പം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ശരിയാണ്. മോദിക്ക് അസാമാന്യമായ സ്വാധീനമുണ്ട് ലോകരംഗത്ത്. ജയശങ്കർ നമ്പർ 1 വിദേശകാര്യമന്ത്രിയുമാണ്. ആശങ്കയ്ക്ക് വകയില്ല. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്ന് വെച്ച് ഈ രണ്ടുപേരും മോശക്കാരാണെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അവരുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. അങ്ങനെ കരുതാം. അപ്പോൾ എനിക്കിത് പത്രത്തിലെ വാർത്തകൾ കണ്ടപ്പോൾ വല്ലാത്തൊരു സംശയം തോന്നി. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചോദിക്കാമെന്ന് വെച്ച് കാത്തിരിക്കരുത്. ആയിക്കോട്ടെ, ഏകദേശം ഉത്തരമായില്ല. ആയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.